നമ്മുടെ ഷോപ്പ് തുറന്ന് രണ്ടാമത്തെ ദിവസം തന്നെ നല്ലൊരു പണിയാണ് കിട്ടിയത്. രാവിലെ പോയി നോക്കിയപ്പോൾ കിച്ചണിലെ ഔട്ട് ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അത് മാറ്റേണ്ടി വന്നു 2500 സ്വാഹ. പിന്നെ നേരെ മീനെടുക്കാൻ വേണ്ടി പൂക്കോട് മാർക്കറ്റിലേക്ക് പോയി. കല്ലുമ്മക്കായി ചെറുതായതുകൊണ്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അതിനു പകരം ഞണ്ടും കൂന്തലും അയിലയാണ് വാങ്ങിച്ചത്. അപ്പോഴേക്കും നല്ല കനത്ത മഴ പെയ്യാൻ തുടങ്ങി. മഴ കനത്താലും ആൾക്കാർ പുറത്തിറങ്ങുന്നത് കുറയും. അതിന്റെ റിസൾട്ട് ആണ് ഈ കാണുന്ന 4 സീറ്റുകൾ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ അല്ലേ. നമ്മൾ ദിവസേന പരിചയപ്പെടുത്തും പോലെ ഇന്നൊരു ഐറ്റം കൂടി പരിചയപ്പെടുത്താം. ഇതാ ഈ കാണുന്ന പോത്തും കാല് വരട്ടിയത്. ഒരുപാട് നേരം നമ്മളിങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് എടുക്കുന്ന ഒരു ഐറ്റാണ് ഇത് നമ്മൾ പൊറോട്ടന്റെ കൂടെ ഒറോട്ടിന്റെ കൂടെ നെയ്പ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെ എന്തിന്റെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും ടേസ്റ്റ് ആണ്. ഇത് ഒരുപാട് നേരം വെക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ മീറ്റ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നേരം പോകുന്നതിനനുസരിച്ച് ആ മഴയുടെ എഫക്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കസ്റ്റമർക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ ചായന്റെ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കടികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇന്ന് മുതൽ വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ നമ്മൾ കപ്പ ബിരിയാണിയും കൂടി സെർവ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മുടെ കൂത്തുപറമ്പിൽ കിട്ടാത്തത്? അതാണ് കൂടുതലായി നമ്മൾ മെനുവിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനിടയിൽ നേരെ പോയത് വക്കാറോ ഫുഡ് ഡെലിവറി ആപ്പിന്റെ ഓഫീസിലേക്കാണ്. ഈ അടുത്താണ് ഇവർ കൂത്തുപറമ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൂത്തുപറമ്പിൽ ഇത് മാത്രമാണ് ഫുഡ് ഡെലിവറി ആപ്പ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ഐറ്റംസും അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയതാണ്. നിങ്ങളൊരു ഹോട്ടൽ അല്ലെങ്കിൽ കഫയൊക്കെ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഡെയിലി ഇടുന്ന ഈ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രതിസന്ധികളാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. ഒരാൾ രക്ഷപ്പെടാനും കുത്തുപാള എടുക്കാനും ഈ ഒരു ഹോട്ടൽ തന്നെ ധാരാളം. ഹോട്ടൽ ഫീൽഡിൽ എങ്ങനെയാണ് നഷ്ടം വരുന്നത്, എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അങ്ങനെ 2 ടൈപ്പ് ഉപ്പിലിട്ടത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 5 തരം ഇനിയും വരാൻ ബാക്കിയുണ്ട്. അത് നാളെ ഇടാന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാവിലെ തന്നെ കിട്ടിയ എക്സോസ്റ്റ് ഫാനിന്റെ പണിയും മഴയൊക്കെ ആയി ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു. അപ്പോൾ പുതിയ ഐറ്റംസ് നമ്മൾ ദിവസേന ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം മുതൽ ചായക്ക് മറക്കേണ്ട കപ്പ ബിരിയാണി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ കഥയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ അബൂക്കാസ് തട്ടാടിന്റെ ലൊക്കേഷൻ വരുന്നത് കൂത്തുപറമ്പിൽ നിന്ന് എയർപോർട്ട് റോഡിൽ പഴയ നേരത്ത് SBIന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്.